ഇനി ഓക്കെ നമുക്ക് വ്യാപനത്തിൻ്റെ അളവുകൾ അല്ലെങ്കിൽ മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ ആണ് എടുക്കാനുള്ളത്. എന്താണ് വ്യാപനം എന്ന് പറഞ്ഞാൽ നമ്മൾ തന്നിരിക്കുന്ന ഡാറ്റയിൽ ഏറ്റവും ചെറുതും വലുതും തമ്മിലുള്ള വ്യത്യാസം അല്ലെങ്കിൽ എത്ര വിട്ട് കിടക്കുന്നു എന്നുള്ള ആ വ്യാപനം, അതിനാണ് വ്യാപനം എന്ന് പറയുന്നത്. ഇത് കാണാൻ 4 രീതിയുണ്ട്. ഒന്ന് റേഞ്ച്, പിന്നെ ക്വാർട്ടൈൽ ഡീവിയേഷൻ, പിന്നെ മീൻ ഡീവിയേഷൻ, പിന്നെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. റേഞ്ച് ആണ് വളരെ എളുപ്പമാണ്. ഏറ്റവും തന്നിരിക്കുന്ന ഡാറ്റയിൽ ഏറ്റവും കൂടുതലിനെടുത്തിട്ട് ഏറ്റവും കുറവിനെ കൊണ്ട് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? റേഞ്ച് കിട്ടും. ആ റേഞ്ചിൻ്റെ ഗുണാങ്കം കാണാൻ എന്ത് ചെയ്യുക? തന്നിരിക്കുന്ന ഡാറ്റേനെ ഏറ്റവും കൂടുതലിനെ കുറക്കുക, എന്നിട്ട് അതിനെ അരിക്കുക, എന്ത് കൂടുതലിനെ ഏറ്റവും കുറവിനോട് കൂട്ടിയിട്ട് എന്ത് ചെയ്യാം. ഇപ്പോൾ തന്ന ഡാറ്റയിൽ, ഇപ്പോൾ ഇവിടെ തന്ന ഡാറ്റയിൽ ഏറ്റവും കൂടുതൽ ഇതാണ് 230 ഏറ്റവും കുറവ് 30. റേഞ്ച് 200. പിന്നെ അതിൻ്റെ ഗുണാങ്കം L-S/L+S. L എന്ന് പറഞ്ഞാൽ ഏറ്റവും വലുത്, S ആണ് ഏറ്റവും ചെറുത്. അപ്പോൾ ഏറ്റവും വലുതിന് ചെറുതിനെ കൊണ്ട് കുറക്കുക ബൈ ഏറ്റവും വലുതിന് ചെറുതിനും കൂട്ടുക. ഇതങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 0.77 കിട്ടും. ഇതാണ് റേഞ്ച്. പിന്നെ അടുത്ത് പറയാനുള്ളത് ക്വാർട്ടൈൽ ഡീവിയേഷൻ. ക്വാർട്ടൈൽസ് നമ്മൾ കഴിഞ്ഞ പാഠത്ത് പറഞ്ഞിരുന്നു. എന്താണ് Q1, Q2, Q3, Q4 അല്ലേ? അതായത് ഒരു തന്നിരിക്കുന്ന ഡാറ്റ നമുക്ക് 25% 4 ഭാഗങ്ങളാക്കി മാറ്റാൻ പറ്റും. അതിൽ ഒന്നാമത്തത് 25% ആയിരിക്കും. അടുത്തത് Q2 എന്ന് പറഞ്ഞാൽ ഏറ്റവും നടുവിലുള്ള 50%, Q3 എന്ന് പറഞ്ഞാൽ 75%, Q4 പറഞ്ഞാൽ 100. അപ്പോൾ Q1ഉം Q3 ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുക കാര്യമായിട്ട് ഉപയോഗിക്കുക. കാരണം Q2 എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞു മാധ്യമം 50% അല്ലേ. Q4 തന്നെ പിന്നെ ഫുള്ളാണ്, അത് നമ്മളിവിടെ സംസാരിക്കില്ല. Q1ഉം Q3യും തമ്മിലുള്ള അകലാണ് എന്ത്? ക്വാർട്ടൈൽ ഡീവിയേഷൻ, അത് തമ്മിലുള്ള വ്യാപനം. അപ്പോൾ കണ്ടെത്താൻ Q3 എന്ത് ചെയ്താൽ മതി? 75% 21% കുറക്കുക. അതായത് Q3 കണ്ടെത്താനും Q1 കണ്ടെത്താനും കഴിഞ്ഞ പാഠത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൂടെ ചെയ്യാം. എന്നിട്ട് അത് കിട്ടിയ ശേഷം Q3യും Q1ഉം തമ്മിൽ എന്ത് ചെയ്യുക? ഇവിടെ കുറച്ചിട്ട് പിന്നെ 2 കൊണ്ട് ഹരിക്കണതിൻ്റെ ചതുർത്ഥക വിചലനം കിട്ടും. പിന്നെ അതിൻ്റെ ഗുണാങ്കം എന്താണ്? Q3 - Q1 / Q3 + Q1. ആ റേഞ്ച് കണ്ട പോലെ തന്നെ L-S/L+S എന്ന് ചെയ്യണം അതേപോലെ തന്നെ. പിന്നെ അപ്പോൾ അതങ്ങനെ ചെയ്താൽ Q1ഉം Q3യും കാണാൻ നമ്മളിങ്ങനെ പറഞ്ഞു n+1/4, Q3 ആണ് 3n+1/4 കണ്ടിട്ടാണ് ചെയ്യുക. ഓക്കെ, അപ്പോൾ വളരെ എളുപ്പമാണ്. പിന്നെ പറയാനുള്ളത് മീൻ ഡീവിയേഷൻ ആണല്ലേ. മീൻ ഡീവിയേഷൻ എങ്ങനെ കാണുക? മീൻ ഡീവിയേഷൻ കാണാൻ നമ്മൾ ആദ്യം എന്ത് ചെയ്യേണ്ടത്? തന്നിരിക്കുന്ന ഡാറ്റൻ്റെ മാധ്യം ആദ്യം കാണാം. അതായത് ഡാറ്റനെ ടോട്ടൽ മൊത്തം കണ്ടിട്ട് എന്നോണ്ട് ഹരിക്കുക. പിന്നെ ഓരോ കിട്ടിയ ഡാറ്റനെ നമ്മൾ എന്ത് ചെയ്യുക? ഓരോ എക്സിനെ നമ്മൾ എന്തുകൊണ്ട് കുറക്കണം? ആ മീൻ കൊണ്ട്, നമുക്ക് കിട്ടിയ മാധ്യം കൊണ്ട് എന്ത് ചെയ്യുക? കുറക്കുക. അപ്പോൾ നമുക്കൊരു D കിട്ടും. ഈ D കിട്ടിയതിന് ശേഷം നമുക്ക് എന്ത് കാണണം? ആ ഡീൻ്റെ മൊത്തം ടോട്ടലിനെ കൊണ്ട് N കൊണ്ട് ഹരിക്കുക, അതാണ് MD. എന്നിട്ട് MDനെ കൊണ്ട് എന്ത് ചെയ്യുക? നമ്മളെ ആദ്യം കിട്ടിയ മാധ്യമല്ലേ, അതുകൊണ്ട് ഹരിച്ചാൽ നമുക്ക് മീൻ ഡീവിയേഷൻ കിട്ടും. ഇത് തന്നിരിക്കുന്ന ഡാറ്റ X ഇതാണ്. D കണ്ടെത്താൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇതിൻ്റെ ആവറേജ് കാണുക അല്ലേ. ആദ്യം ഇതിൻ്റെ Sigma(x/n) എന്ന് കാണുക. ടോട്ടൽ X മൊത്തം കൂട്ടിയിട്ട് N കൊണ്ട് ഹരിച്ചു, N 10. അപ്പോൾ നമുക്ക് 53 കിട്ടും. ഇനി ഓരോ Xനെ 53 കൊണ്ട് കുറക്കുക. ചിഹ്നം പരിഗണിക്കാതെ കുറക്കേണ്ടത്. ഇപ്പോൾ മൈനസ് വരാൻ പാടില്ല. ഓരോന്ന് കുറക്കുമ്പോൾ നമുക്ക് 28, 11, 31 അങ്ങനെ കിട്ടും. എന്നിട്ട് മൊത്തം കൂട്ടി കഴിഞ്ഞാൽ 234. ഇനി നമ്മൾ പറഞ്ഞെന്താ? Σd ഈ ആവറേജാണ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ 234 ആയിരിക്കണം എന്ത് ചെയ്യുക? 10. N കൊണ്ട് ചെയ്താൽ 23.4 കിട്ടും. പിന്നെ നമ്മളോട് പറഞ്ഞ് MDയുടെ ഗുണാങ്കം ഉണ്ട് അല്ലേ. MDയുടെ ഗുണാങ്കം എങ്ങനെ ചെയ്യൽ? അത് 234/534 അങ്ങനെ ചെയ്താൽ ബാക്കി കിട്ടും. ഇതിൽ ഫുള്ള് കൊടുത്തിട്ടില്ല. അപ്പോൾ ഗ്രൂപ്പ് ചെയ്യാത്ത ഡാറ്റയിലാണ് ഇപ്പോൾ പറഞ്ഞത്. ഈ ഗ്രൂപ്പ് ചെയ്ത ഡാറ്റ ആകുമ്പോൾ അതിന് നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ ഫ്രീക്വൻസി വെച്ചിട്ട്, ആവർത്തികൾ വെച്ചിട്ട് ഗുണിച്ചിട്ടായിരിക്കും നമ്മൾ എന്ത് കാണുക? മീൻ കാണുക അല്ലേ, അല്ലെങ്കിൽ മാധ്യം കാണുക. അപ്പോൾ അത് വെച്ചിട്ട് ചെയ്തിട്ട് പിന്നെ അതിൻ്റെ എന്ത് കാണണം? ഓരോന്നിൻ്റെയും മാധ്യം എടുത്തിട്ട് D കിട്ടാൻ വേണ്ടി ഓരോ Xനെ കൊണ്ട് ആ മാധ്യം കൊണ്ട് എന്ത് ചെയ്യുക? കുറച്ചിട്ട് നമുക്ക് D വെച്ചിട്ട് എന്ത് ചെയ്യുക? പിന്നെ ആ ഡീൻ്റെ MD കാണാൻ വേണ്ടി എന്ത് ചെയ്യുക? ഓരോ ഡീനോട് F ഗുണിച്ചിട്ട് അതിന് ടോട്ടൽ കണ്ടിട്ട് F-നോട് ഹരിക്കുക. എന്നിട്ട് പിന്നെ ലാസ്റ്റ് MD/മാധ്യം. വളരെ സിമ്പിളാണ്. സന്തോഷശ്രേണിയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? FM ആയിരിക്കും. M പറഞ്ഞാൽ നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ. M എന്ന് പറഞ്ഞാൽ 0 മുതൽ 10 വരെ എന്നുള്ളതിൽ M എന്താണ്? 5. മിഡ് വാല്യൂ എന്നാണ് നമ്മൾ പറഞ്ഞിരുന്നത്. അപ്പോൾ ഇതിൽ മിഡ് വാല്യൂസ് ഒക്കെ കണ്ടിട്ട് എന്ത് ചെയ്യുക? FM ഗുണിക്കുക. എന്നിട്ട് അത് തമ്മിലൊക്കെ FM ഒക്കെ ചെയ്തിട്ട് എന്ത് ചെയ്യുക? FM/F ചെയ്യുക. അതായത് മൊത്തം ടോട്ടൽ കഴിഞ്ഞിട്ട് F കൊണ്ട് ഹരിച്ചാൽ നമുക്ക് എന്ത് കിട്ടും?
ഒരു മീൻ കിട്ടും. ഈ 35 വെച്ചിട്ട് പിന്നെ എന്ത് ചെയ്യുക, ഓരോ തന്നിരിക്കുന്ന എഫിനെ കൊണ്ടും ഓരോ എമ്മിനെ കൊണ്ടും എന്ത് ചെയ്യുക, കുറക്കുക. അപ്പം നമുക്ക് ഡി കിട്ടും. പിന്നെ ഡീൻ്റെ ഇത് എഫിനെ കൊണ്ട് ഗുണിച്ചിട്ട് എന്ത് ചെയ്യുക, ഡീനെ എഫ് ഡി ടോട്ടൽ കാണാം. എഫ് ഡി ടോട്ടൽ കണ്ടതിന് ശേഷം എഫ് ഡീനെ എഫ് കൊണ്ട് ഹരിക്കുക. 650/60 11/33 കിട്ടും. പിന്നെ 11/33 എന്തും ചെയ്യുക, നമ്മളെ ഫസ്റ്റ് കിട്ടിയ മീനുണ്ടല്ലോ ഏത് 35, അത് തമ്മിൽ അരിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, മീൻ ഡീവിയേഷനായി. ഓക്കെ, ഇപ്പം പറഞ്ഞത് നമുക്ക് എന്താണ്, മാധ്യമവും പിന്നെ എം ഡി വെച്ചിട്ട് നമുക്ക് മീഡിയാന് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. ഇതേപോലെ തന്നെ അവിടെ ലാസ്റ്റ് നമ്മൾ ഫസ്റ്റ് കാണുന്നിടത്ത് നമ്മൾ എന്ത് കാണുക, മാധ്യമം കാണുന്നതിന് പകരം നമുക്ക് മാധ്യകം കാണാം, അല്ലെങ്കിൽ മീഡിയൻ കാണാം. മീഡിയൻ കാണാൻ നമ്മൾ പറഞ്ഞു n+1/2. അപ്പോൾ അത് കണ്ടിട്ട് ലാസ്റ്റ് എന്ത് ചെയ്യുക, ഈ തന്നിരിക്കുന്ന എം ഡിയുടെ മീഡിയനെ കൊണ്ട് ഹരിക്കുക. ഉദാഹരണങ്ങൾ നോക്കിയാൽ സിമ്പിളായിട്ട് മനസ്സിലാവും. ഇവിടെ ഫസ്റ്റ് തന്നെ നമ്മൾ തന്നതിൽ നമ്മളോട് എന്ത് കാണാൻ പറഞ്ഞു, മാധ്യകം കാണാൻ പറഞ്ഞു, മീഡിയൻ കാണാൻ പറഞ്ഞു. മീഡിയൻ കാണാൻ n+1/2 ആണ്. മൊത്തം എത്ര ഡാറ്റ ഉണ്ട്, 5 ഡാറ്റ ഉണ്ട്. അപ്പോൾ 5+1/2 6/2. മൂന്നാമത്തെ ഐറ്റാണ് 4400 എന്ത് മീഡിയൻ. പിന്നെ അതിൻ്റെ ഡി കാണാൻ എന്ത് ചെയ്യുക, ഈ 4400 കൊണ്ട് ഓരോ എക്സിന് എന്ത് ചെയ്യുക, കുറക്കുക. അപ്പോൾ കുറക്കുമ്പോൾ നമുക്ക് ഡി കിട്ടും. നേരത്തെ നമുക്ക് മീൻ വെച്ചിട്ടാണ് നമ്മൾ കുറച്ച്, ഇവിടെ മാധ്യമം വെച്ചിട്ടാണ് എന്ത് ചെയ്യേണ്ടത്, ഓരോന്നിനും കുറക്കേണ്ടത്. അപ്പം നമുക്ക് ഡി കിട്ടും. ആ ഡി മൊത്തം കൂട്ടി കഴിഞ്ഞാൽ 1200 കിട്ടും. ഇനി എന്താ ചെയ്യേണ്ടത്, 1200 ഹരിക്കണം 5. മൊത്തം ഈ 5 എണ്ണാണല്ലോ, അപ്പോൾ 5നെ കൊണ്ട് ഹരിക്കുക, 240 കിട്ടും. പിന്നെ എന്താ ചെയ്യേണ്ടത്, നമ്മൾ മാധ്യമവും ഇതും തമ്മിൽ എന്ത് ചെയ്യുക, ഹരിക്കുക, ഈ എം ഡിയും. അപ്പോൾ 240 ഹരിക്കണം 4400 0.054 കിട്ടും. ഓക്കെ, ഇനി അടുത്ത് പറയാനുള്ള സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 1993 കാൾ പിയേഴ്സൺ കണ്ടെത്തിയത്. ഓക്കെ, അപ്പോൾ അതിൽ 4 മെത്തേഡ് ഉണ്ട്. ഒന്ന് റൂട്ട് മീൻ ഡീവിയേഷൻ, പിന്നെ സ്ക്വയർഡ് ഡീവിയേഷൻ, സ്ക്വയർ റൂട്ട് ഡീവിയേഷൻ, അങ്ങനെ 3 രീതി ഉണ്ട്. 3 രീതി നമുക്ക് പറയാം. ഫസ്റ്റത്തെ രീതി പറഞ്ഞാൽ നമ്മൾ ഡി കണ്ടെത്തുമല്ലോ, ഓരോ എക്സിൻ്റെയും ഇതിന്ന് എന്ത് ചെയ്യുക, നമ്മളെ മീൻ കുറക്കുക. അങ്ങനെ നമ്മൾ ഡി കണ്ടെത്തുക. ആ ഡി കണ്ടെത്തിയിട്ടുള്ള ഡീൻ്റെ ടോട്ടലിൻ്റെ സ്ക്വയറിനെ n കൊണ്ട് ഹരിച്ചിട്ട് അതിൻ്റെ റൂട്ട് കാണാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എന്ത് കാണണം, അതിൻ്റെ ആവറേജ് കാണണം, അല്ലെങ്കിൽ മീൻ കാണണം, അല്ലെങ്കിൽ മാധ്യമം കാണണം. ആ മാധ്യമം കണ്ടിട്ട് എന്ത് ചെയ്യുക, ഓരോ എക്സിൻ്റെ ആ മാധ്യമം കൊണ്ട് കുറച്ചൊരു ഡി കാണാം. ഡി കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഈ ഇതാണ് അപ്ലൈ ചെയ്യുക, ഡി സ്ക്വയർ സിഗ്മ. ടോട്ടൽ ഡീനെ മൊത്തം കൂട്ടിയിട്ട് ഡീൻ്റെ സ്ക്വയറിനെ കാണാം. എന്നിട്ട് അതിനെ n കൊണ്ട് ഹരിക്കുക. n പറഞ്ഞാൽ മൊത്തം എത്ര എണ്ണം ഉണ്ട് എന്നുള്ളത്. എന്നിട്ട് അതിൻ്റെ റൂട്ടാണ് എന്ത്, ഇത് യഥാർത്ഥ മാധ്യ രീതി. ഇനി അടുത്ത് സാങ്കല്പിക മാധ്യ രീതി. അതായത് നമ്മൾ തന്നിരിക്കുന്ന ഇവിടെ കണ്ടെത്തിയ ആവറേജ് ഉണ്ടല്ലോ, അത് നമ്മൾ ആദ്യം തന്നെ സാങ്കല്പികമായിട്ട് കണ്ടെത്തി. നമ്മൾ അസ്യൂംഡ് മീൻ എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, അത് ഇവിടെ ചെയ്യാം. എന്നിട്ട് അങ്ങനെ അതൊന്ന് ഓരോ എക്സിൽ നിന്നും ആ അസ്യൂംഡ് മീൻ കുറച്ചിട്ട് എന്ത് ചെയ്യുക, ഡീനെ ചെയ്യുക. അപ്പോൾ ഇവിടെ എന്നിട്ട് ഇങ്ങനെ ചെയ്യുക, ഡി സ്ക്വയർ സിഗ്മ/n മൈനസ് സിഗ്മ ഡി സ്ക്വയർ n. അങ്ങനെ ചെയ്തിട്ട് അതിൻ്റെ റൂട്ട് കാണാം. പിന്നെ പ്രത്യക്ഷ രീതി വളരെ സിമ്പിളാണ്. നേരെ തന്നിരിക്കുന്ന എക്സിൻ്റെ സ്ക്വയറിൻ്റെ എക്സ് മൊത്തം കൂട്ടിയിട്ട് അതിൻ്റെ സ്ക്വയർ കാണാം, എന്നിട്ട് എന്നോട് ഹരിക്കുക. എന്നിട്ട് മൈനസ് എന്ത്, ആവറേജിൻ്റെ സ്ക്വയർ, അല്ലെങ്കിൽ ഇതന്നെ ആവറേജിൻ്റെ സ്ക്വയർ. ആവറേജ് ആണല്ലോ എങ്ങനെയാണ്, മൊത്തം സാധനത്തിനെ കൂട്ടിയിട്ട് അതിൻ്റെ നമ്പർ കൊണ്ട് ഹരിക്കലല്ലേ, അപ്പോൾ അതിൻ്റെ സ്ക്വയർ. അങ്ങനെ പ്രത്യക്ഷ രീതി. ഇനി അടുത്ത സ്റ്റെപ്പ് ഡീവിയേഷൻ രീതി. ഇതാണ് മെയിൻ രീതി. മെയിൻ രീതി പറഞ്ഞാൽ എങ്ങനെയാണ്, സിഗ്മ ഡി കോമ സ്ക്വയർ ആണ്. ഈ ഡി കാണാൻ എങ്ങനെയാണ് ചെയ്യേണ്ടത്, നമ്മൾ നേരത്തെ പറഞ്ഞ ഡി കണ്ടിട്ട് ഫസ്റ്റ് ഈ ഡി കാണാം. ഓരോ എക്സിൽ നിന്നും ഓരോ മീനിനെ അല്ലെങ്കിൽ ആവറേജ് കൊണ്ട് കുറച്ചിട്ട് തന്നിരിക്കുന്ന ഡികൾ മൊത്തം എന്ത് ചെയ്യുക, ഒരു പൊതുഘടകം കൊണ്ട് ഹരിക്കുക. പൊതുഘടകം കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ഈ കോമ ഉള്ള ഡി കിട്ടും. അതായത് നമ്മൾ തന്നിരിക്കുന്ന ഡി കുറച്ച് വലുതായിരിക്കും. അതിനെ എല്ലാത്തിനും എല്ലാ 5 കൊണ്ട് ഹരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ 10 കൊണ്ട് ഹരിക്കാൻ, അല്ലെങ്കിൽ 2 കൊണ്ട് ഹരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ ഹരിച്ചിട്ട് എന്ത് ചെയ്യുക, ചെറുതാക്കുക. എന്നിട്ട് അതിൻ്റെ സിഗ്മ കണ്ടിട്ട്, സിഗ്മ പറഞ്ഞാൽ ടോട്ടലാണ് ഈ ചിഹ്നം, ഈ സിഗ്മ ഡി ആ സ്ക്വയർ അതിൻ്റെ ടോട്ടൽ കണ്ടിട്ട് അതിൻ്റെ സ്ക്വയർ കണ്ടിട്ട് n കൊണ്ട് ഹരിക്കുക. എന്നിട്ട് അതേപോലെ തന്നെ അതിൻ്റെ ടോട്ടൽ കണ്ട് n കൊണ്ട് ഹരിച്ചതിൻ്റെ സ്ക്വയറിന് എന്ത് ചെയ്യുക, സി നമ്മൾ പൊതുഘടകം ഉണ്ടല്ലോ, നമ്മൾ എത്ര കൊണ്ട് ഹരിച്ചെന്നുള്ള അവിടെ. ഇപ്പോൾ 5 ആണെന്നുണ്ടെങ്കിൽ എല്ലാത്തിനും 5 കൊണ്ട് ഹരിച്ചിട്ടുണ്ടെങ്കിൽ 5 കൊണ്ട് ഗുണിക്കുക അവിടെ. എന്നിട്ട് അതിൻ്റെ മൊത്തത്തിൽ റൂട്ട് കാണും. ഓരോ ഉദാഹരണം നോക്കാം. ഫസ്റ്റ് നമ്മൾ പറഞ്ഞ ആക്ച്വൽ മീൻ മെത്തേഡാണ് അല്ലേ. എന്ന് പറഞ്ഞാൽ തന്നിരിക്കുന്ന ഡാറ്റ മൊത്തം കൂട്ടുക, എക്സ് പിന്നെ n അല്ലേ. അപ്പോൾ ഇതിൽ നമുക്ക് ഒരു എക്സ് ഉണ്ട്, ഇതിൽ ഡി കണ്ടെത്താൻ നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഇതിൻ്റെ ആദ്യം നമ്മൾ എന്ത് കാണണം, ആവറേജ് കാണണം. 1630/10 163. അപ്പോൾ ഓരോ 163 കൊണ്ട് എന്ത് ചെയ്യുക, കുറക്കുക. കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഡി കിട്ടും. ഡി മൊത്തം കൂട്ടുക,
എന്നിട്ട് ഡീൻ്റെ സ്ക്വയർ ഡീൻ്റെ സ്ക്വയർ ആദ്യം കാണും ഓരോന്നിൻ്റെയും. അപ്പോൾ സ്ക്വയർ കാണുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും 49 കിട്ടും, അല്ല 74 കിട്ടും. അപ്പോൾ അതിൻ്റെ സിഗ്മ ടോട്ടൽ 74ആണ്. 74/10 എന്ത് ചെയ്യുക, അതിന് റൂട്ട് കാണാം. 74/10 7.4 റൂട്ട് എന്ന് പറഞ്ഞാൽ 2.72. ഇനി അസ്യൂംഡ് മീൻ മെത്തേഡ് പറഞ്ഞാൽ ഇതന്നെയാണ് സാധനം. ബട്ട് നമ്മൾ ആവറേജ് കാണുന്നിടത്ത് എന്ത് ചെയ്യുക, നമ്മൾ ഇവിടുന്ന് ഏകദേശം മാധ്യമമായിട്ട് കണ്ടെത്താൻ പറ്റുന്ന സാധനത്തിന് എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഓരോന്നിന് കുറച്ചിട്ട് ഡി കാണാം. എന്നിട്ട് പിന്നെ ഇതേപോലെ ചെയ്തിട്ട് എന്ത് ചെയ്യുക, നമുക്ക് കണ്ടെത്താവുന്നതാണ്. ഇതാ അസ്യൂംഡ് മെത്തേഡിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യും, നമ്മൾ ഒരു മാധ്യമം എടുക്കും, 162 എടുക്കും. 162 എടുത്തിട്ട് എന്ത് ചെയ്യും, ഓരോന്നിനെ കൊണ്ട് ചെയ്യും. എന്നിട്ട് ഡി കണ്ടെത്തിയിട്ട് ഡീൻ്റെ സ്ക്വയറും കണ്ടെത്തിയിട്ട് അതിൻ്റെ ഓരോ ടോട്ടൽ കാണും. എന്നിട്ട് ഈ ഇതാണ് അപ്ലൈ ചെയ്യും. സിഗ്മ ഡി സ്ക്വയർ ബൈ എൻ. ഡി സ്ക്വയർ നമുക്ക് 84 കിട്ടി. 84/10 ടോട്ടൽ സാധനങ്ങളുണ്ട്. മൈനസ് സിഗ്മ ഡി സ്ക്വയർ സിഗ്മ ഡീൻ്റെ ടോട്ടൽ 10 ബൈ എൻ അതിൻ്റെ സ്ക്വയറും. ഇപ്പോൾ 100/10 പിന്നെ 84/10 അത് കുറക്കുമ്പോൾ അല്ല അത് 1 കിട്ടില്ലേ. 10/10 സ്ക്വയർ പറഞ്ഞാൽ 1ൻ്റെ സ്ക്വയർ 1 തന്നെ. 8.4 കുറക്കണം 1, 7.4 റൂട്ട് 2.72. ഇനി പ്രത്യക്ഷ രീതിയാണ്. പ്രത്യക്ഷ രീതിയിൽ നമ്മൾ എന്താ പറഞ്ഞത്, എല്ലാ എക്സിൻ്റെയും സ്ക്വയർ കണ്ടിട്ട് സിഗ്മ എക്സ് സ്ക്വയറിൻ്റെയും അതിൻ്റെ സ്ക്വയറും കാണാം. എല്ലാ എക്സും കൂട്ടുക 1630, അതിൻ്റെ സ്ക്വയർ കാണാം. അത് 26,570 2,65,764 ബൈ 10 എൻ. പിന്നെ സിഗ്മ എക്സ് സ്ക്വയർ പറഞ്ഞാൽ സിഗ്മ എക്സ് പറഞ്ഞാൽ ഓരോ എക്സും അതിൻ്റെ സ്ക്വയർ ഓരോ സ്ക്വയറും കണ്ടിട്ട് എന്ത് ചെയ്യുക, ടോട്ടൽ കൂട്ടുക. അത് 1630 കിട്ടുക. 1630 സ്ക്വയർ പറഞ്ഞാൽ 26,569. ഇത് തമ്മിൽ കുറക്കുക, എന്നിട്ട് അതിൻ്റെ റൂട്ട് കാണാം 2.72. പിന്നെ ലാസ്റ്റ് പറഞ്ഞാൽ ഡീവിയേഷൻ മെത്തേഡ്. ഇതിലാണ് നമ്മൾ സ്റ്റെപ്പ് ഡീവിയേഷൻ മെത്തേഡിലാണ് നമ്മൾ പറഞ്ഞ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ എന്ത് ഡി മൊത്തം കാണാം. എക്സിന് ആദ്യം ഇതിൻ്റെ മീൻ കാണാം. എന്നിട്ട് തന്നിൽ നമ്മൾ എന്ത് ചെയ്യും, ഡി എന്ത് ചെയ്യും, കുറക്കും. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾക്ക് മീൻ കിട്ടുമ്പോൾ 25 കിട്ടുക. ഓരോ എക്സിൽ നമ്മൾ എന്ത് ചെയ്യും, 25 കുറക്കും. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും, ഡി കിട്ടും. ഇനി ഈ ഡിയിൽ എല്ലാത്തിനും എന്ത് ചെയ്യാൻ പറ്റും, കോമൺ ഫാക്ടർ ആയിട്ട് നമുക്ക് പൊതുഘടകമായിട്ട് 5 കൊണ്ട് ഹരിക്കാൻ പറ്റില്ല, കാരണം എല്ലാം 5ൻ്റെ ഗുണമാണ്. അപ്പോൾ 5 കൊണ്ട് ഹരിക്കുമ്പോൾ എന്താവും, പുതിയ ഡി കിട്ടും. ഡി കോമ -4 -3 പിന്നെ 0 5ന് അല്ല 25ന് 5 കൊണ്ട് ഹരിക്കുമ്പോൾ 0, 0ന് 5 കൊണ്ട് ഹരിക്കുമ്പോൾ 0 തന്നെ. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ ടോട്ടൽ കാണും, സിഗ്മ ഡി കോമൻ്റെ അപ്പോൾ -1. പിന്നെ ഇതിൻ്റെ ഓരോന്നിൻ്റെ സ്ക്വയറും കാണാം. ഈ ഡി കോമൻ്റെ സ്ക്വയറാണ് -4 16 3 3 9 അങ്ങനെ അതിൻ്റെ ടോട്ടൽ കാണാം 51. ഇനി എന്നിട്ട് എന്ത് ചെയ്യുക, നമ്മൾ ഈ ഇക്വേഷനാണ് കൊടുക്കുക, സിഗ്മ ഡി കോമ സ്ക്വയർ ബൈ എൻ മൈനസ് സിഗ്മ ഡി കോമ സ്ക്വയർ എന്നിൻ്റെ ടോട്ടൽ സ്ക്വയർ. എന്നിട്ട് ഇൻറ്റു സി പറഞ്ഞാൽ നമ്മൾ ഈ പൊതുഘടകമാണ് സി അല്ലേ, എത്ര ഹരിക്കാൻ ഉപയോഗിച്ചത് മൊത്തത്തിൽ 5. അപ്പോൾ സിഗ്മ ഡി കോമ സ്ക്വയർ 51/5 മറ്റെത്ര കിട്ടുക, ഓരോ സിഗ്മ ഡി മൊത്തം കൂട്ടിയിട്ട് എത്ര കിട്ടി, -1/5 അതിൻ്റെ സ്ക്വയർ. അപ്പോൾ നമ്മൾ കൂട്ടി കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും, 10.2 മൈനസ് 0.4 ഇതാവും. 0.4 × 5 ഇങ്ങനെ ചെയ്താൽ ലാസ്റ്റ് 15.936 കിട്ടും. അപ്പോൾ അതാണ് പറഞ്ഞത്. ഇനി ഇതിൻ്റെ മെയിൻ സാധനം ഇപ്പോൾ നമ്മൾ പറഞ്ഞതൊക്കെ എന്താണ്, മെയിനായിട്ടുള്ളതാണ്, അതായത് എക്സ് വെച്ചിട്ട് ചെയ്യണം. ഇനി ഇത് ഗ്രൂപ്പ് ഡാറ്റ ആകുമ്പോൾ അതിൽ ഫുൾ എന്തായിരിക്കും, എഫ് വരും. എഫ് വരുമ്പോൾ എന്ത് ചെയ്യുക, ആ സ്ഥാനത്ത് എഫ് വെച്ച് കൊടുക്കുക, വളരെ സിമ്പിളായിട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ എഫ് വരുമ്പോൾ നമ്മൾ ആവർത്തി, അപ്പോൾ അവിടെ F1 വന്നിട്ടുണ്ടെങ്കിൽ എഫ് വെച്ചിട്ട് ഇതേപോലെ തന്നെ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, സിമ്പിളായിട്ട് ഇത് കണ്ടെത്താവുന്നുള്ളൂ. ഇനി അടുത്ത് ലോറൻസ് കർവാണ്. ലോറൻസ് കർവ് എങ്ങനെ കണ്ടെത്തുക, ലോറൻസ് കർവ് ഇതേപോലെ തന്നെ നമ്മൾ ലെസ് ദാനോ ജീവോ മോർ ദാനോ ജീവോ ഒക്കെ ചെയ്തില്ലേ, അതേപോലെ തന്നെയാണ്. പക്ഷേ അതിന് മുന്നേ കുറച്ച് കാര്യങ്ങൾ ചെയ്യാണ്ട്. അതായത് നമുക്ക് തന്നിരിക്കുന്ന വരുമാനത്തിൻ്റെ ഒരു ഇതാണ്. അപ്പോൾ അതിൻ്റെ ആദ്യം മധ്യബിന്ദുക്കൾ എടുക്കേണ്ടി വരും. 0-5000 മധ്യബിന്ദു 2500, 5000-10,000 7500, അങ്ങനെ ഓരോന്നിനും മധ്യബിന്ദുക്കൾ എടുത്തിട്ട് എന്ത് ചെയ്യുക, അതിൻ്റെ ക്യുമുലേറ്റീവ് മധ്യബിന്ദുക്കൾ കാണാം. എന്ന് പറഞ്ഞാൽ 2500ൻ്റെ മുമ്പത്തുള്ളത് കൂട്ടാനെന്നാണ് പറയുന്നത്. മുമ്പത്തുള്ളത് കൂട്ടാൻ പറഞ്ഞാൽ 2500 തന്നെയാണ്. ഇനി അതേപോലെ 2500ൻ്റെ ശേഷം 7500, 7500ൻ്റെ മുമ്പത്തുള്ളതും കൂട്ടുക, 2500 കൂട്ടിയാൽ 10, അങ്ങനെ 15000 10 കൂട്ടുക. മൊത്തം മുമ്പുള്ളതിന് എന്ത് ചെയ്യുക, കൂട്ടിയിട്ടുള്ള ക്യുമുലേറ്റീവ് എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്, ഓരോ ഡാറ്റ വരുമ്പോൾ അതിൻ്റെ മുന്നുള്ള എല്ലാതും കൂട്ടിയിട്ടുള്ളത് ഇതിനോട് കൂട്ടുക എന്നുള്ളതാണ്. അപ്പോൾ 15000 വരുമ്പോൾ മൊത്തം ഇവിടെ 12,500, മൊത്തം എന്തുണ്ട്, 10 ഉണ്ട് അല്ലേ. നമ്മൾ നേരത്തെ മൊത്തം കൂട്ടിയത് 10ആണ്. അപ്പോൾ 15 10 കൂട്ടി 25,000. പിന്നെ അടുത്ത് 30,000 വരുമ്പോൾ 25,000 കൂട്ടേക്കുക, 55,000. 40,000 വരുമ്പോൾ 55,000 കൂട്ടുക, 1,00,000 ആവുക. എന്നിട്ട് അതിൻ്റെ ശേഷം ഈ 1,00,000നെ 100% എടുത്തിട്ട്
ഓരോന്നിൻ്റെയും ശതമാനം കാണാം. 1,00,000 100% ആണെങ്കിൽ 55,000 അതിൻ്റെ 55%. 25,000 25%, പിന്നെ 10,000 10%, 2,500 2.5%. എന്നിട്ട് ഈ ശതമാനം 100-ലാക്കിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, നമ്മളെ വരക്കാനുള്ള സാധനത്തിന് എടുത്തിട്ട് വൈദ്യം 100 എക്സ് 100 നമ്മൾ ആദ്യം എത്രയാണ് 2.5 അല്ലേ, 2.5 ഒരു സ്ഥലത്ത് വരക്കുക, പോയിന്റ് ഇടുക. പിന്നെ അടുത്ത പോയിന്റിൽ വെക്കുക. 10 ആണ്, 10 25 അങ്ങനെ ഓരോന്നും ഓരോ പോയിന്റ് ആയിട്ട് എന്ത് ചെയ്യുക, അങ്ങനെ കാണിക്കുക. എന്നിട്ട് പോയിന്റ് ഇങ്ങനെ വെച്ച് പോകുമ്പോൾ ലാസ്റ്റ് 100-ലെത്തും. 100 വരെയുള്ള സാധനം ഉണ്ടല്ലോ അല്ലേ, 100 വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ആ പോയിന്റ് കൂടെ ഇങ്ങനെ വരച്ച് കഴിഞ്ഞാൽ നമുക്കൊരു വര കിട്ടും. അതാണ് നമ്മളെ ലോറൻസ് കർവ്. എന്നിട്ട് അതിനോട് നേരെ നമ്മളെ എന്ത് ചെയ്യുക, തുല്യ വിതരണ രേഖ എന്താ പറഞ്ഞാൽ ശരിക്കും ഒറിജിനലായിട്ട് തുല്യമായിട്ട് വിതരണം ചെയ്ത് പോകണമെങ്കിൽ ഇങ്ങനെയാണ് പോകേണ്ടത്. കറക്റ്റ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതും വരക്കതിന് നേരെ. അപ്പോൾ ലോറൻസ് കർവ് ആവും. ഓക്കെ, ആദ്യം ശ്രദ്ധിക്കേണ്ടതാണ് മൊത്തം മധ്യബിന്ദു എടുത്തിട്ട് മധ്യബിന്ദുക്കളെ ക്യുമുലേറ്റീവ് മധ്യബിന്ദുക്കൾ എടുക്കുക. എന്നിട്ട് അതിൻ്റെ ഏറ്റവും കൂടിയതിന് എടുത്തിട്ട് 100% ആക്കുക. എന്നിട്ട് ബാക്കിലേക്ക് 100-ൽ എത്രയാണോ എന്നുള്ളത് നോക്കിയിട്ട് എന്ത് ചെയ്യുക. അതിന് ശതമാനം കാണാൻ ഇതാ ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ 1,00,000 എന്ത് ഫുൾ ശതമാനം അല്ലേ, 100. അപ്പോൾ 1,00,000-ന് താഴെ എഴുതിയിട്ട് ഇപ്പോൾ നമുക്ക് ഏത് സംഖ്യേൻ്റെ ശതമാനം കാണുന്നുണ്ടെങ്കിൽ 2,500-ന് മേലെ എഴുതും. എന്നിട്ട് അതിന് 100 കൊണ്ട് ഗുണിച്ചാൽ മതി. അത് നമുക്ക് 1,00,000-ൽ 2,500 എത്ര ശതമാനമാണെന്ന് കിട്ടും. പിന്നെ ക്യുമുലേറ്റീവ് ആവർത്തികളുടെ ശതമാനം കാണുന്നതിനും ഇതേപോലെ തന്നെ എന്ത് ചെയ്യുക, 5/50 × 100 = 10 എന്ന് എഴുതാം. അപ്പോൾ ഇതാണ് സംഭവം. ഇതിന് ഉപകാരം എന്താ, നമുക്ക് ഇത് തമ്മിലുള്ള വ്യത്യാസം ഇതൊക്കെ കാണാൻ പറ്റും സിമ്പിളായിട്ട്. അതാണ് ലോറൻസ് കർവിൻ്റെ ഉപകാരം. ഇതാണ് മെയിനായിട്ട് ഈ പാഠത്തിൽ പഠിക്കാനുള്ളത്. റേഞ്ചും പിന്നെ ക്വാർട്ടൽ ഡീവിയേഷനും പിന്നെ നമ്മളെ ഇതാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷനും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കാം. ഓക്കെ.